ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഓഫറിൻ്റെ കാലമാണല്ലേ. ഏത് സോഷ്യൽ മീഡിയ നോക്കിയാലും പത്രമാധ്യമങ്ങൾ നോക്കിയാലും ഇയർ എൻഡിങ് സെയിൽ, ക്രിസ്മസ് സെയിൽ, ന്യൂ ഇയർ സെയിൽ എന്ന് തുടങ്ങി ഓഫറുകളുടെ കാലമാണ്. 4000 രൂപയ്ക്ക് LED TV, 6000 രൂപയ്ക്ക് ഫ്രിഡ്ജ്, 10000 രൂപയ്ക്ക് AC എന്ന് തുടങ്ങിയ നിരവധി പരസ്യങ്ങളാണ് ആളുകളെ മോഹിപ്പിക്കുവാൻ വേണ്ടി ഇത്തരക്കാർ കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ വാങ്ങാനായി നമ്മൾ കടയിലേക്ക് ചെന്നാലോ പരസ്യം കൊടുത്ത പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയി ഭയങ്കര സെയിലായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും കടയിൽ പറയുന്നത്. അതിനുശേഷം 10000 രൂപ TV ആണ് 1000 രൂപ തരാമെന്നുള്ള രീതിയിൽ ഓഫറുകൾ കാണിച്ച് വഞ്ചിക്കുന്ന ഒരു കച്ചവട രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ ആളുകളെ മോഹിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകി കടയിലേക്ക് ക്ഷണിച്ചതിന് ശേഷം MRP മറച്ചു വെച്ച് പറ്റിക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നിരുന്നാലും ഇത്തരത്തിൽ ചതുവ് പറ്റിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പല കസ്റ്റമേഴ്സിനും അറിയില്ല. അതേപോലെ തന്നെ കുറഞ്ഞ വിലയുടെ പ്രോഡക്റ്റിൻ്റെ പാക്കറ്റിന് മുകളിൽ അല്ലെങ്കിൽ ബോക്സിന് മുകളിൽ പുതിയതായി വില കൂട്ടി സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം വില കുറച്ച ഡിസ്കൗണ്ട് എന്ന രീതിയിൽ വിൽക്കുന്നതും തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് പരാതിപ്പെടാൻ കഴിയുന്നത്? എന്ത് നടപടിക്രമങ്ങളാണ് നിങ്ങൾ പാലിക്കേണ്ടത് എന്ന് തുടങ്ങിയ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. രണ്ട് തരത്തിലാണ് ഈ പറഞ്ഞ ഓഫറുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ നടക്കുന്നത്. ഒന്ന്, ആളുകളെ കടയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി, വിളിച്ചു വരുത്തുവാൻ വേണ്ടി തെറ്റായ രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കുക. വളരെ വിലക്കുറവിൽ എന്ന രീതിയിൽ പരസ്യം കൊടുത്ത് നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ടായി എന്ന രീതിയിൽ പരസ്യം കൊടുത്ത് ആളുകളെ കടയിലേക്ക് വരുത്തുവാനുള്ള ഒരു തന്ത്രമാണ് പല കച്ചവടക്കാരും ഇന്ന് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് തീർന്നു പോയാൽ അതിന് പകരമുള്ള പ്രോഡക്റ്റ് എന്ന രീതിയിൽ കുറച്ചുകൂടെ വില കൂടിയ പ്രോഡക്റ്റ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരു രീതിയാണ് പലരിലും കണ്ടുവരുന്നത്. പലപ്പോഴും ആളുകൾ എന്തായാലും പോയതല്ലേ ഉള്ളത് വാങ്ങാമെന്ന രീതിയിൽ ഇത്തരം ചതുവിൽപ്പെട്ട് കടയിലേക്ക് പോവുകയും സാധനം വാങ്ങുകയും ചെയ്യാറുണ്ട്. ഇത്തരം ഒരവസ്ഥ ഉണ്ടായാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇത് ഉപഭോക്തൃ നിയമം അനുസരിച്ച് അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. അതേപോലെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ വിലയിൽ മാറ്റം വരുത്തി വില തിരുത്തി എഴുതുകയോ അല്ലെങ്കിൽ അതിന് മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വലിയ വില രേഖപ്പെടുത്തിയതിനു ശേഷം അതിൽ നിന്ന് വില കുറച്ചു തരുന്ന രീതിയിൽ ഡിസ്കൗണ്ട് സെയിൽ നടത്തുന്നതും തെറ്റായ കാര്യമാണ്. ഇത്തരത്തിൽ പാക്ക് ചെയ്ത എന്ത് പ്രോഡക്റ്റും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതേപോലെ തന്നെ വിലയുടെ വിശദാംശങ്ങൾ, പരാതി അറിയിക്കാനുള്ള നമ്പറുകൾ, അവയുടെ തൂക്കം എന്ന് തുടങ്ങിയ വിശദാംശങ്ങൾ നിർബന്ധമായും പാക്കറ്റിന് പുറത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവയിൽ തിരുത്തലുകൾ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ അതിൻ്റെ മുകളിൽ പുതിയ സ്റ്റിക്കർ ഒട്ടിക്കുവാനോ അതല്ലെങ്കിൽ പഴയത് ചുരണ്ടിക്കളയുവാനോ തിരുത്തുവാനോ മറച്ചു വെക്കാനോ, ഇത്തരത്തിൽ വില തിരുത്തുകയോ പുതിയ സ്റ്റിക്കർ ഒട്ടിച്ച് വില മാറ്റുകയോ ഒക്കെ ചെയ്യുന്നത് 2009 ലീഗൽ മെട്രോളജി ആക്ട് പ്രകാരം ശിക്ഷാർഹവും കുറ്റവുമാണ്. അപ്പോൾ ഈ പറഞ്ഞ വില തിരുത്തലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിലയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ വിശദാംശങ്ങൾ കാണിക്കാതെയുള്ള അത്തരത്തിലുള്ള തെറ്റുകൾക്ക് നിങ്ങൾ ലീഗൽ മെട്രോളജി വകുപ്പിന് പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ സുതാര്യം എന്ന ആപ്ലിക്കേഷനിലൂടെ ഈ താഴെ കാണുന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പരാതികൾ അറിയിക്കാൻ സാധിക്കുന്നതാണ്. ഈ ആപ്പിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പരാതിയുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഫോട്ടോകളും അയച്ചു കൊടുത്തും പരാതി രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലുള്ള ആളുകളെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകി ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചതിന് ശേഷം അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റാതിരിക്കുകയാണെങ്കിലും, അതല്ല ഈ പറഞ്ഞ രീതിയിലുള്ള വില തെറ്റായി രേഖപ്പെടുത്തി ഡിസ്കൗണ്ട് തരികയാണെങ്കിലും, ഇവയ്ക്കൊക്കെ ബില്ലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ പത്രപരസ്യം മറ്റും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചുകൊണ്ട് പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ തെറ്റായ പരസ്യങ്ങൾ നൽകി ആളുകളെ വഞ്ചിതരാക്കുന്നതും അതേപോലെ വില കൂട്ടിയതിനു ശേഷം വില കുറച്ച ഡിസ്കൗണ്ട് സെയിലുകൾ നടത്തുന്നതും തികച്ചും തെറ്റ് തന്നെയാണ്. അത്തരം തെറ്റുകൾ കണ്ടാൽ നിങ്ങൾ അതിന് ഇരയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജില്ലാ ഉപഭോക്തൃ കോടതികളിൽ പോയി പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. പുതിയ വീഡിയോയിൽ കാണുമ്പോൾ ബൈ. താങ്ക് യു.